ഹലോ, ലിസ്വിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു കുർത്തി തയ്ക്കാൻ പോവുകയാണ്. എ ലൈൻ കുർത്തിയാണ്. ഇതിൻ്റെ കഴുത്ത് കട്ടൗട്ട് നെക്ലൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്ലീവ്സ് അംബ്രല്ല സ്ലീവ്സ് ആണ്. കുർത്തി എങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 3 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ആദ്യം സൈഡിലേക്ക് ഒന്ന് മടക്കണം. അതിനുശേഷം നമുക്ക് എത്രയാണോ കുർത്തിക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ താഴേക്കും കൂടി മടക്കണം. നമുക്കിവിടെ 45 ഇഞ്ച് നീളമാണ് കുർത്തിക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 46 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് തുണി താഴേക്ക് മടക്കിയിടാം. ഇനി നമുക്ക് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ 33ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ 36. 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 ഇഞ്ച് കിട്ടും. 9 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 11 ഇഞ്ച് കിട്ടും. ഈ 11 ഇഞ്ച് നമുക്ക് മുകളിൽ അടയാളപ്പെടുത്തണം. 11 ഇഞ്ച് അടയാളപ്പെടുത്താം. കുറച്ച് താഴെയും കൂടി 11 ഇഞ്ച് മാർക്ക് ചെയ്യണം. അടുത്തതായിട്ട് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തേണ്ടത്. ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. കുറച്ച് താഴെയും കൂടി 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. കൈക്കുഴിയും നമുക്ക് 6.5 ഇഞ്ച് എടുക്കാം. 11 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തും 6.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം ആ മാർക്കുകളെല്ലാം ഒരു എൽ ഷേപ്പിൽ കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് യു ഷേപ്പിൽ കൈക്കുഴി വരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇടവണ്ണം മാർക്ക് ചെയ്യണം. ഇതിനായിട്ട് മുകളിൽ നിന്നും 13 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. കുറച്ച് പൊക്കമുള്ള ആൾക്കാണെങ്കിൽ 14 ഇഞ്ചും മീഡിയം പൊക്കമാണെങ്കിൽ 13.5 ഇഞ്ചും നമുക്ക് എടുക്കാവുന്നതാണ്. അവിടെയും നമുക്ക് 11 ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യണം. ഇനി അവിടെ നിന്നും 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഉള്ളിലേക്ക് മാറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടി വരും. 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം കൈക്കുഴിയുടെ അറ്റത്ത് നിന്നും 9 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ താഴെ വരെ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കണം. താഴെ നമുക്ക് തുണിക്ക് എത്രയാണോ വീതി കിട്ടുന്നത് അത് മുഴുവനും എടുക്കണം. ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെ ഫ്രണ്ട് പീസിലേക്ക് കുറച്ച് ഇറക്കി കൈക്കുഴി വെട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ വരച്ച എൽ ഷേപ്പിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യാം. എന്നിട്ട് അതും ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കണം. എന്നിട്ട് ആ എൽ ഷേപ്പിൻ്റെ മൂലയിൽ നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് യു ഷേപ്പിൽ ഫ്രണ്ട് പീസിലേക്കുള്ള കൈക്കുഴി നമുക്ക് വരച്ചെടുക്കാം. അതിനുശേഷം ബാക്ക് പീസിലേക്കുള്ള കൈക്കുഴി വരച്ചെടുത്തുകൂടി നമുക്ക് ഈ തുണി അങ്ങ് വെട്ടിയെടുക്കണം. താഴെ വരെ വെട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കണം. ഇതിനായിട്ട് 2 മീറ്റർ ലൈനിങ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ് തുണി നമ്മൾ വാങ്ങുമ്പോൾ തന്നെ സൈഡിലേക്ക് ഒന്ന് മടങ്ങിയാണല്ലോ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇനി ഒന്ന് താഴേക്കും കൂടി മടക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ വെട്ടിവെച്ചിരുന്ന മെയിൻ തുണി എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ച് അതിൻ്റെ ആകൃതിയിൽ ലൈനിങ് വെട്ടിയെടുക്കാം. ലൈനിങ്ങിൻ്റെ മടക്ക് വരുന്ന ഭാഗത്ത് മൂലയിൽ ഒരു വെട്ട് കൊടുക്കണം. ഇത് സെൻറ്റർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ്ങുകൾ നമുക്ക് വേർതിരിച്ചെടുക്കാം. അടുത്തതായിട്ട് ഫ്രണ്ടിലെ ലൈനിങ് മാത്രം എടുത്തിട്ട് ഫ്രണ്ടിലെ നല്ല പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ കൈക്കുഴി ഇറക്കി വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അത് ലൈനിങ്ങിൽ കൂടി ഇറക്കി വെട്ടണം. അടുത്തതായിട്ട് നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. ഇതിനായിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈനിങ് ഒരുമിച്ച് എടുത്ത് വെക്കണം. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇറക്കം നമുക്ക് വേണ്ടത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചും നമുക്ക് അടയാളപ്പെടുത്താം. ഇനി കുറച്ച് അപ്പുറത്ത് കൂടി 7 ഇഞ്ചും 3.5 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഒരു എൽ ഷേപ്പിൽ ആദ്യം കഴുത്ത് വരച്ചെടുക്കാം. ഇനി എൽ ഷേപ്പിൻ്റെ കോർണറിൽ നിന്നും മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ 2 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും 7 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ പോയിന്റിലേക്ക് ചെരിച്ചു വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഒരു ഷേപ്പിലുള്ള നെക്ക് കിട്ടും. എന്നിട്ട് ഇതിലൂടെ വെട്ടിയെടുക്കണം. അടുത്തതായിട്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല തുണികൾ എടുത്ത് വെക്കണം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വെട്ടിയ ലൈനിങ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്
അതേ ആകൃതിയിൽ നല്ല തുണിയും വെട്ടിയെടുക്കണം. ഇനി നമുക്ക് കഴുത്തിന് മുകളിൽ വെക്കാനുള്ള ആ കട്ടൗട്ട് റെഡിയാക്കിയെടുക്കണം. ഇതിനായിട്ട് തുണിയെടുത്ത് 4ആയിട്ട് മടക്കിയിടണം. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ടാണ്, അപ്പോൾ 4ആയിട്ട് മടക്കിയിടണം. അതിന് മുകളിലേക്ക് ലൈനിങ് തുണി എടുത്ത് വയ്ക്കാം. എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. അതിനുശേഷം അവിടെ നിന്നും താഴേക്ക് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഒരു യു ഷേപ്പിൽ കഴുത്ത് വരച്ചെടുക്കണം. എന്നിട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് ഒന്ന് ചെരിച്ച് സ്കെയിൽ വെച്ച് വരയ്ക്കണം. അടുത്തതായിട്ട് ലൈനിങ്ങിൻ്റെ ആകൃതിയിൽ കൈക്കുഴി വരയ്ക്കാം. കൈക്കുഴിയിൽ നിന്നും കുറച്ച് താഴേക്ക് ആ സൈഡിൽ കൂടി ഒന്ന് വരയ്ക്കണം. അതിനുശേഷം 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് വരച്ച വരയുണ്ടല്ലോ, അത് നമുക്ക് ഈ ഭാഗത്തെ വരയിലേക്ക് കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇപ്പോൾ വരച്ച വരയിലൂടെ അങ്ങ് വെട്ടിയെടുക്കാം. അതിനുശേഷം ഫ്രണ്ടിലേക്കുള്ള ആ ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ ലൈനിങ് എടുത്ത് വെച്ച് നമുക്ക് കൈക്കുഴി കുഴിച്ചു വെട്ടണം. ലൈനിങ്ങിൻ്റെ അതേ ആകൃതിയിൽ കൈക്കുഴി വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ വരയിലൂടെ വെട്ടിയെടുക്കാം. ഇതാ നമുക്കങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വെക്കാനുള്ള ആ പീസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവയുടെ ചുറ്റും പൈപ്പിംഗ് വെക്കണം. ഇതിനായിട്ട് ഒരു കഷ്ണം തുണിയെടുത്ത് അതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസുകൾ വെട്ടിയെടുക്കാം. ഇനി പൈപ്പിംഗ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പീസിൻ്റെ നടുവേ കൂടെ കട്ട് ചെയ്തെടുക്കണം. അവിടെ നമുക്ക് ലൂപ്പും ബട്ടണും ഒക്കെ പിടിപ്പിക്കാനുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ വെട്ടിയെടുക്കാം. അതിനുശേഷം പൈപ്പിങ്ങിനായി മുറിച്ചെടുത്ത ക്രോസ് പീസ് എടുത്തിട്ട് 2ആയി മടക്കി ഈ പീസിൻ്റെ ചുറ്റും ആദ്യം ഒന്ന് വെച്ച് അടിച്ചെടുക്കണം. ഇങ്ങനെ അടിച്ചു പോരുന്നതിനോടൊപ്പം തന്നെ ലൂപ്പും അതിനിടയിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം. തുണിയുടെ നല്ല വശത്ത് നിന്നാണ് പൈപ്പിങ്ങും ലൂപ്പും എല്ലാം പിടിപ്പിക്കേണ്ടത്. നല്ല ഭാഗത്തിൻ്റെ മുകളിലായിട്ട് ലൂപ്പ് വെച്ചിട്ട് അതിന് മുകളിൽ പൈപ്പിംഗ് വെച്ചിട്ട് അങ്ങനെയാണ് അടിക്കേണ്ടത്. ഇതാ നമ്മൾ അങ്ങനെ ഒരു തവണ ക്രോസ് പീസ് അടിച്ചെടുത്തു. ഇനി ആ പീസ് തുമ്പ് ഉള്ളിലാക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കണം. എന്നിട്ട് ഒന്നടിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് 4 പീസയിലും പൈപ്പിങ്ങും 2 പീസയിൽ ലൂപ്പും പിടിപ്പിക്കാം. ഇനി നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല പീസുകളും ലൈനിങ്ങും വെച്ചിട്ട് അതിൻ്റെ കഴുത്തുമേലും പൈപ്പിംഗ് പിടിപ്പിക്കണം. ഇതിനായിട്ട് ആദ്യം ഫ്രണ്ട് പീസ് എടുക്കാം, ലൈനിങ്ങും എടുക്കാം. ലൈനിങ് ആദ്യം വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം മുകളിലാകത്തക്ക വിധം വേണം വെക്കാനായിട്ട്. എന്നിട്ട് അതിൽ ക്രോസ് പീസ് എടുത്ത് നടുവേ ഒന്ന് മടക്കി ആദ്യം ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ പീസിന്മേൽ എങ്ങനെയാണോ പൈപ്പിംഗ് പിടിപ്പിച്ചത് അതുപോലെ തന്നെ കഴുത്തിന്മേലും പൈപ്പിംഗ് പിടിപ്പിക്കാം. ഇതാ നമ്മൾ അങ്ങനെ ഫ്രണ്ട് പീസിൽ പൈപ്പിംഗ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ബാക്ക് പീസിൽ നമുക്ക് സിബും പൈപ്പിംഗ് പിടിപ്പിക്കാനുണ്ട്. ഇതിനായിട്ട് ആദ്യം ബാക്കിലെ നല്ല പീസ് എടുത്ത് വെക്കുക. നല്ല പീസിൻ്റെ നല്ല വശം മുകളിലാകത്തക്ക വിധം വേണം വെക്കാനായിട്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് ലൈനിങ് എടുത്ത് വെക്കണം. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു 1/4 ഇഞ്ചോളം, അത്രയൊന്നും വേണ്ട, കുറച്ച് ഭാഗം വിട്ടിട്ട് 2 സൈഡിൽ വര വരയ്ക്കണം. സിബ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സിബിൻ്റെ അടിയിൽ നിന്നും കുറച്ച് മുകളിൽ വരെ നമുക്ക് 2 സൈഡിലും വര വരയ്ക്കാം. എന്നിട്ട് ആ വരയിലൂടെ അവിടം വരെ നമുക്ക് അടിച്ചെടുക്കണം. അടിയിലേക്ക് വരുമ്പോൾ വീതി കുറച്ച് പോയിൻറ്റഡ് ആയിട്ട് വേണം അടിക്കാനായിട്ട്. ഇതാ നമ്മൾ അങ്ങനെ 2 വരയിൽ കൂടിയും അടിച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ വരകളുടെ ഇടയിൽ കൂടെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുക്കാം. ആ പോയിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അവിടെ നിന്നും 2 സൈഡിലേക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി ലൈനിങ് തുണി ഉള്ളിലേക്ക് മറിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് സിബ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. സെൻറ്റർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് സിബിൻ്റെ ഒരു വശത്തു കൂടി ആ സിബിൻ്റെ ആ തടിപ്പിനോട് ചേർത്ത് ഒരു വശത്തു കൂടി അടിച്ചെടുക്കണം. ഇതാ നമ്മളങ്ങനെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി മറ്റേ വശത്ത് മെയിൻ തുണി കുറച്ച് തുമ്പിട്ടിട്ട്
സിബ് കുറച്ചുള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് സിബിൻ്റെ ആ തടുപ്പിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നമ്മൾ അങ്ങനെ സിബ് അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ബാക്ക് കഴുത്തിൽ നമുക്ക് പൈപ്പിംഗ് പിടിപ്പിക്കാം. ഫ്രണ്ട് കഴുത്തിൽ എങ്ങനെയാണോ പിടിപ്പിച്ചത് അതുപോലെ തന്നെ വേണം ബാക്ക് കഴുത്തിലും പൈപ്പിംഗ് പിടിപ്പിക്കാനായിട്ട്. സിബ് വെച്ചെടുത്ത് തുറപ്പിൻ്റെ അവിടെ ക്രോസ് പീസ് വെക്കുമ്പോൾ ക്രോസ് പീസ് അറ്റം ഒന്ന് മടക്കിയിട്ട് വേണം അടിച്ചു പിടിപ്പിക്കാനായിട്ട്. ഇതാ നമ്മൾ അങ്ങനെ ബാക്ക് പീസിൻ്റെയും കഴുത്തേൽ പൈപ്പിംഗ് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ആ 4 പീസും ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും മുകളിലേക്ക് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടി അടിച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഷോൾഡറുകളും നമുക്ക് കൂട്ടി പിടിപ്പിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. 33 ഇഞ്ച് വണ്ണമുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ 33ൻ്റെ കൂടെ 3 കൂടി കൂട്ടിയാൽ 36 കിട്ടും. 36ൻ്റെ പകുതി 18 ഇഞ്ച്. നമുക്ക് ലൂസ് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിടാം. അങ്ങനെ ചെസ്റ്റ് വണ്ണം നമുക്ക് 18.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി 18.5 ഇഞ്ചിൽ നിന്ന് 3 കുറയ്ക്കണം. അപ്പോൾ 15.5 കിട്ടും. അതാണ് നമ്മൾ ഇടവണ്ണത്തിൻ്റെ അവിടെ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടാം. ഞാൻ 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 ഇഞ്ച് ഇടവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്യണം. അതിനുശേഷം 2 സൈഡിലും ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം. എന്നിട്ട് താഴെ വരെ നമുക്ക് അടിച്ചെടുക്കാം. ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ്, സ്ലിറ്റ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് താഴെ വരെ നമുക്ക് സൈഡിൽ കൂടെ അടിച്ചു വിടാം. ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ലൈനിങ്ങിൻ്റെ അടി അടിച്ചിട്ട് വേണം സൈഡിൽ കൂടി അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ മെയിൻ തുണിയുടെ അത്രയും വീതി നമുക്ക് ലൈനിങ്ങിന് കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം മെയിൻ തുണിയുടെ സൈഡിൽ കൂടെ അടിക്കണം. ലൈനിങ് ആ സമയത്ത് കൂട്ടി അടിക്കേണ്ട ആവശ്യമില്ല. ലൈനിങ് നമുക്ക് സെപ്പറേറ്റ് സൈഡിൽ കൂടി ഒന്ന് മടക്കി അടിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് അടിഭാഗത്ത് സൈഡിലൊന്ന് കയറ്റി വെട്ടണം. അതിനായിട്ട് മുകളിൽ നിന്നും നമുക്ക് ഇറക്കം എടുക്കാം. ഇറക്കം എനിക്ക് 45 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. അപ്പോൾ 46 ഇഞ്ചിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ആ 1 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം ടോപ്പിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നേരത്തെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ആ വരയിൽ നിന്നും ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്കൊന്ന് വളച്ച് വരയ്ക്കണം. അതിനുശേഷം ആ വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കാം. എന്നിട്ട് വേണം മെയിൻ തുണിയുടെ അടി ചെറുതായിട്ട് 2ആയിട്ട് മടക്കിയിട്ട് അടിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ നമ്മൾ സൈഡും അടിയുമെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കണം. അതിനായിട്ട് ആദ്യം സ്ലീവ് വെട്ടിയെടുക്കാം. ഇവിടെ അംബ്രല്ല സ്ലീവാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനായിട്ട് 2 കഷ്ണം തുണി എടുക്കുക. ഇതിൻ്റെ നീളവും വീതിയും ഒരേപോലെ ആയിരിക്കണം. അതായത് സമചതുരത്തിലായിരിക്കണം ആ 2 കഷ്ണം തുണിയും ഉണ്ടായിരിക്കേണ്ടത്. ഇതിൻ്റെ ഒരു വശത്തെ വീതി 20.5 അപ്പോൾ ആ 20.5 തന്നെ നമുക്ക് മറ്റേ വശത്തും കൂടി എടുക്കണം. കൈക്ക് കുറച്ചുകൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 21 22 ഒക്കെ ഇഞ്ച് നീളത്തിൽ നമുക്ക് തുണി വെട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ 20.5 ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് 2 തുണി കഷ്ണം വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ആദ്യത്തെ ഒരു പീസ് തുണിയിൽ നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. അതിനായിട്ട് സ്ലീവ് 4ആയിട്ട് മടക്കണം. അതായത് 2 മടക്ക് മടക്കണം. ഇവിടെ ഞാൻ 10 ഇഞ്ച് നീളത്തിലാണ് സ്ലീവ് വെട്ടിയെടുക്കാൻ പോകുന്നത്. കോർണറിൽ നിന്നും ചുറ്റും 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് 10 ഇഞ്ച് നല്ല വളച്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം ആ വരയിലൂടെ വെട്ടിയെടുക്കാം. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ തുണി നമുക്ക് നിവർത്തിയിടാം. അപ്പോൾ നല്ലൊരു വൃത്താകൃതിയിൽ നമുക്ക് തുണി കിട്ടും. ഇനി സെൻറ്ററിലൂടെ ക്രോസ് ആയിട്ട് നമുക്ക് 2 വര വരയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ടോപ്പിൻ്റെ കൈക്കുഴിയുടെ അളവെടുക്കണം. അതൊരു വശത്തെ അളവെടുത്താൽ മതി. ഇവിടെ 8 ഇഞ്ച് നീളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തം കൈക്കുഴിയുടെ നീളം 16 ഇഞ്ചാണ്. ഇനി വൃത്താകൃതിയിലുള്ള ആ തുണി എടുത്തു വെക്കുക. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ പകുതി, അതായത് 4 ഇഞ്ച് അതിലെ ഒരു വരയിൽ സെൻറ്ററിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം 4 ഇഞ്ചിൻ്റെ പകുതി, അതായത് 2 ഇഞ്ച് ആ വരയിൽ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും ചുറ്റും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം.
ശേഷം ആ ചുറ്റും വരച്ചിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ മാർക്കുകൾ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വട്ടം കിട്ടും. ഇനി ഈ തുണി അർദ്ധവൃത്താകൃതിയിലിട്ടിട്ട് നമ്മളിപ്പോൾ വരച്ച ആ കുഞ്ഞു വട്ടത്തിൻ്റെ ആ മാർക്കിലൂടെ വെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഒരു സ്ലീവ് റെഡിയായി. ഇനി നമുക്ക് മറ്റേ സ്ലീവും കൂടി റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് വെട്ടിവെച്ചിരുന്ന ആ ചതുരത്തിലുള്ള കഷ്ണം എടുത്തിട്ട് നടുവേ 4 മടക്കണം. അതായത് 2 തവണ മടക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ സ്ലീവ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് അതേ ആകൃതിയിൽ നമുക്ക് ആ തുണി കൂടി വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സ്ലീവും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ടോപ്പിൻ്റെ കൈക്കുഴിയുടെ അങ്ങോട്ടേക്ക് കൂട്ടി യോജിപ്പിക്കാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്ലീവ് എടുത്ത് കൈക്കുഴിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ചുറ്റും നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ കൈക്കുഴിയുടെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ആ കൈക്കുഴിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ലീവും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് പൂർത്തിയാകും. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ മനോഹരമായ എ-ലൈൻ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു നെക്കും അതുപോലെ അംബ്രല്ല സ്ലീവ്സും നമ്മൾ ഈ ടോപ്പിന് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഈ ടോപ്പ് ഒന്ന് തയ്ക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്ക് മാത്രമേ വേണ്ടുള്ളൂ എങ്കിൽ നെക്കിൻ്റെ വീഡിയോ പ്രത്യേകം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് പോയി കാണണം. അതല്ല അംബ്രല്ല സ്ലീവ്സ് മാത്രമേ വേണ്ടുള്ളൂ എങ്കിൽ അതിൻ്റെ വീഡിയോയും സെപ്പറേറ്റ് ഇടുന്നുണ്ട്, അപ്പോൾ അതും നിങ്ങൾ കാണണം. എന്നിട്ട് തയ്ച്ചു നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അതുപോലെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കൂടി വേണം. തയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.